ശ്രീനാരായണപുരത്തു നിന്നും ഈ വിഗ്രഹം ചാക്കമാർ സമുദായത്തിൽപ്പെട്ട വൈദ്യന്മാർ മരുന്ന് തേടി ഇവിടെ നിലയ്ക്കലിൽ എത്തുകയും നിലയ്ക്കൽ അന്ന് ഒരു ജനവാസ കേന്ദ്രമായിരുന്നു. 500 പിടം ബ്രാഹ്മണ കുടുംബങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു. ദിവ്യദേശങ്ങളിൽ ഉൾപ്പെട്ട് 108 തിരുപ്പതികൾ, അതിനകത്ത് തൃക്കുടിത്താനം, പിന്നെ അതുപോലെ തന്നെ തിരുവൻമണ്ടൂർ, ഏറ്റുമാനൂർ, ഇങ്ങനെയുള്ള അനേകം ഗ്രാമങ്ങൾ വരുന്നുണ്ട്. അതിൽ 108 തിരുപ്പതികളാണ് ഉള്ളത്. അതിലൊന്നാണ് ഈ തിരുവാറന്മുള. ഈ ക്ഷേത്രവും അതോടൊപ്പം അവിടെ ഒരു വലിയ സംസ്കാര സമ്പന്നരായിട്ടുള്ള ജനവിഭാഗം അധിവസിച്ചിരുന്നു. പഞ്ചപാണ്ഡവന്മാർ ഈ അവരുടെ വനവാസ കാലഘട്ടത്തിൽ ഈ ചെങ്ങന്നൂരും പരിസര പ്രദേശങ്ങളിലും താമസിച്ചിരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം പറയുന്നത്. ശങ്കരനാരായണ പിള്ള സാർക്ക് സ്വാഗതം. സർ, ആറന്മുള ക്ഷേത്രം ഈ കേരളത്തിൻ്റെ സ്പിരിച്വൽ ലാൻഡ്സ്കേപ്പിൽ ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് വന്നത് എങ്ങനെയാണ്? അതിനൊരു തുടക്കം ഉണ്ടായിരുന്നോ, അതോ ഇത് തുടക്കം തൊട്ടേ ഈ ആറന്മുള ക്ഷേത്രം, പാർത്ഥസാരഥി ക്ഷേത്രം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മഹാക്ഷേത്രത്തിൽപ്പെട്ട ഒന്നായിരുന്നോ? അതെ, അതിമഹത്തായ ഒരു നൈതട സംസ്കാരത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ് തിരുവാറന്മുള. പ്രസിദ്ധമായിട്ടുള്ള പാർത്ഥസാരഥി ക്ഷേത്രം, ശബരിമലയുടെ ഇടത്താവളം, മനോഹരമായ ഒരു ഭൂപ്രദേശം, തെങ്ങോലകൾ തണൽ വിരിച്ച, കമുകളും തണൽ വിരിച്ച മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രദേശം. തിരുനിഴൽമാല എന്ന കൃതിയിലും നമ്മാழ்വാരുടെ തിരുവായ്മൊഴിയിലുമൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. AD 8-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമായിരുന്നു എന്നുള്ളതാണ് നമ്മാழ்വാരുടെ തിരുവായ്മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി വ്യക്തമായ ചരിത്രരേഖകൾ ഇല്ലെങ്കിൽ തന്നെയും നിലയ്ക്കൽ ശ്രീനാരായണപുരത്തു നിന്നും ഈ വിഗ്രഹം ചാക്കമാർ സമുദായത്തിൽപ്പെട്ട വൈദ്യന്മാർ മരുന്ന് തേടി ഇവിടെ നിലയ്ക്കലിൽ എത്തുകയും നിലയ്ക്കൽ അന്ന് ഒരു ജനവാസ കേന്ദ്രമായിരുന്നു. 500 പിടം ബ്രാഹ്മണ കുടുംബങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു. മരുന്ന് തേടിപ്പോയവർ ഈ ശ്രീനാരായണപുരത്തു നിന്നും മഹാവിഷ്ണുവിൻ്റെ ഈ വിഗ്രഹം ആറന്മുള ചെങ്ങാടത്തിൽ, ആറന്മുളയ്ക്കടുത്ത് കുംഭാനദിയിലൂടെ വന്ന് ആറന്മുളയ്ക്കടുത്ത് വിളക്കുമാടം എന്ന സ്ഥലത്ത് ഇറക്കി പൂജ നടത്തുകയും പിന്നീട് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലം അവിടെ നിന്നും 2 കിലോമീറ്റർ കിഴക്ക് മാറി ഇപ്പോൾ തിരുവാറന്മുള ക്ഷേത്രം വിശാലമായിട്ടുള്ള പമ്പാനദിയുടെ തീരത്ത്, പമ്പാനദിയുടെ തെക്കേ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പമ്പാനദി ഒഴുകുന്നത് തന്നെ, അതിൻ്റെ പ്രവാഹം തന്നെ ഈ മതിൽക്കെട്ടിനോട് ചേർന്നാണ്. 18 പടികൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഈ പമ്പാനദിയിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ പുണ്യനദിയായുടെ പമ്പയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രമാണ് ഈ ക്ഷേത്രം. അപ്പോൾ വിളക്കുമാടത്തിൽ നിന്നും 2 കിലോമീറ്റർ കിഴക്ക് മാറി ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കരിങ്കൽ മതിലുകളാൽ, കരിന്തൽ അനപ്രഭാ മതിൽ തീർത്തതിന് ശേഷം അവിടുന്ന് പമ്പാനദിയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും മണ്ണ് തോണ്ടിയിട്ട് കിളത്തിയാണ്, വളരെ കളർച്ചയിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. 99-ലെയും ഈ 2018-ലെയും പ്രളയത്തെ അതിജീവിച്ച്, പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ വെള്ളം കയറിയില്ല. ആ പ്രദേശം മുഴുവൻ മിങ്ങിപ്പോയിട്ടും ക്ഷേത്രത്തിൽ അത്രത്തോളം ഈ ഗ്രാനൈറ്റ് അടിത്തറയോടുകൂടി വളരെ ബലവത്തായിട്ടുള്ള മതിൽക്കെട്ടും, വളരെ ബൃഹത്തായിട്ടുള്ള ഒരു മതിൽക്കെട്ടാണ്. ആ മതിൽക്കെട്ടിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ വേറിട്ട ആചാരങ്ങളുമായിട്ട് നടത്തിപ്പെടുന്ന തിരുവാറന്മുള ഉത്രട്ടാതി ജലോത്സവവും അതുപോലെ തന്നെ ഭഗവാന്റെ ഇഷ്ടവഴിപാടായിട്ടുള്ള ഈ വള്ളസദ്യയും ഈ ക്ഷേത്രത്തിലാണ് നടക്കുന്നത്. വളരെയേറെ പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിന് ഉണ്ട്. AD 1200-നും 1300-നും ഇടയ്ക്ക് എഴുതപ്പെട്ട തിരുനിഴൽമാല എന്ന പ്രാചീന മലയാള കാവ്യം തിരുവാറന്മുളയുടെ പ്രാധാന്യത്തെപ്പറ്റി വളരെയേറെ പ്രതിപാദിച്ചിട്ടുണ്ട്. തിരുനിഴൽമാലയിൽ മലയർ തിരുവാറന്മുളയപ്പന് സമർപ്പിക്കുന്ന ഒരു അർച്ചനയാണ്. 6 ദിവസങ്ങളിലായിട്ട് അവരവിടെ പൂജ നടത്തി മലയർ. ആ പൂജയെന്ന് പറയുന്നത് ഭഗവാന് നേരിട്ടിട്ടുള്ളതായ, അറിഞ്ഞോ അറിയാതെ സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങൾ, ദോഷങ്ങൾ, കണ്ണൻ ദോഷം, നാവിൻ ദോഷം,
പിന്നെ ദൃഷ്ടിദോഷം ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ദോഷാദികളെല്ലാം തീർന്ന് ഭഗവാൻ ചൈതന്യരൂപനായി നിലകൊള്ളുകയും അതോടൊപ്പം തന്നെ ഈ വരുന്ന ഭക്തരെക്ക് വേണ്ട അനുഗ്രഹം നൽകുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ 6 ദിവസത്തെ അർച്ചന അവിടെ നടത്തിയത്. അതാണ് തിരുനിഴൽമാല. ഈ തിരുനിഴൽമാല എന്ന് പറയുമ്പോൾ പമ്പയെയും ക്ഷേത്രത്തെയും ഒരു ചെറിയ ആനക്കുട്ടിയെ പോലെ കൗതുകമുള്ള ഒരു ആനക്കുട്ടിയുടെ രൂപത്തിലാണ് കാണുന്നത്. തെങ്ങുകളും ഗമകളും പൂങ്കാവനങ്ങളും കൊണ്ട് മനോഹരമായ ഒരു പ്രദേശമായിട്ടാണ് തിരുനെൽമാലക്കാരൻ. അതാരാണ് എഴുതിയെന്നുള്ള തർക്കവിഷയമാണ്. ഗോവിന്ദൻ, അയിരൂറുള്ള ഒരു ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു കവിയാണ് തിരുനെൽമാല എന്ന് പറഞ്ഞ കവി. ചരിത്രകാരന്മാരുടെ അഭിപ്രായം. കവിയുടെ പേരെന്തായിരുന്നു? ഗോവിന്ദൻ ചൊന്നാൻ ഈ കാവ്യത്തിൽ പലയിടത്തും പറയുന്നുണ്ട്. അതുകൊണ്ട് ഗോവിന്ദൻ എന്ന കവിയാണ് ഈ അയിരൂറിൽ താമസിച്ചിരുന്നു, അദ്ദേഹമാണ് ഈ കവിത എഴുതിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ ക്ഷേത്രം വളരെയേറെ പ്രാധാന്യം അറിയിച്ചിരുന്നു. അതുപോലെ പരശുരാമൻ സ്ഥാപിച്ചതായിട്ടുള്ള 64 ഗ്രാമങ്ങളിലൊന്നാണ് ഈ ആറന്മുള. അതുപോലെ 108 തിരുപ്പതികൾ, വൈഷ്ണവർക്ക് പ്രാധാന്യം അറിയിക്കുന്നതായിട്ടുള്ള 108 തിരുപ്പതികളിലൊന്നാണ് തിരുവാറന്മുള. 108 തിരുപ്പതികൾ, ദിവ്യദേശങ്ങൾ. പുണ്യദേശങ്ങൾ അല്ലെങ്കിൽ ദിവ്യദേശങ്ങൾ. തിരുപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യദേശങ്ങൾ അല്ലെങ്കിൽ ദിവ്യദേശങ്ങളിൽ ഉൾപ്പെട്ട് 108 തിരുപ്പതികൾ. അതിനകത്ത് തൃക്കുടിത്താനം, അതുപോലെ തന്നെ തിരുവൻമണ്ടൂര്, ഏറ്റുമാനൂർ, ഇങ്ങനെയുള്ള അനേകം ഗ്രാമങ്ങൾ വരുന്നുണ്ട്. അതിൽ 108 തിരുപ്പതികളാണ് ഉള്ളത്. അതിലൊന്നാണ് ഈ തിരുവാറന്മുള. ഈ ക്ഷേത്രവും അതോടൊപ്പം അവിടെ ഒരു വലിയ സംസ്കാര സമ്പന്നരായിട്ടുള്ള ജനവിഭാഗം അധിവസിച്ചിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രാദേശിക ചരിത്രവും അതോടൊപ്പം തന്നെ അവിടെ നിലനിന്നു പോരുന്ന വിശ്വാസ പ്രമാണങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും വേറിട്ട ആചാരാനുഷ്ഠാനങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത്. തിരുവാറന്മുള ഉത്രട്ടാതി വള്ളംകളി ചരിത്രപ്രസിദ്ധമാണ്. അതുപോലെ തിരുവാറന്മുള വള്ളസദ്യ, അതും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഈ ക്ഷേത്രത്തെപ്പറ്റിയുള്ള മറ്റ് വ്യക്തമായ ചരിത്രരേഖകൾ ലഭ്യമല്ലെങ്കിൽ തന്നെയും വെല്ലുവിട്ടത്ത് രാഘവൻ നമ്പ്യാരുടെ മണിപ്രവാള കാവ്യം ആറന്മുള വിലാസം, അതുപോലെ തന്നെ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആറന്മുളയ്ക്ക് 8 കിലോമീറ്റർ കിഴക്ക് ചെറുകോൽ നെടുമ്പയിൽ കൊച്ചുകൃഷ്ണനാശാൻ്റെ ഹംസപ്പാട്ട്, ഇതും ഇതിലേക്ക് വിവരണം. അതായത് കൊച്ചുകൃഷ്ണനാശാൻ കാസരോഗിയായിരുന്നു. ആ കാസരോഗം മാറുന്നതിന് വേണ്ടി തിരുവാറന്മുളയിൽ വന്ന് ഭജനം ഇരുന്നുവെന്നും അവിടെയുള്ള ഒരു ഔഷധച്ചെടിയിൽ നിന്നും മരുന്നുണ്ടാക്കി കഴിച്ച് കാസരോഗം മാറി അതിന് തിരുവാറന്മുളയപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ളതായ ഒരു കാവ്യമാണ് ഈ ഹംസപ്പാട്ട്. അതുപോലെ വെല്ലുവട്ടത്ത് രാഘവൻ നമ്പ്യാരുടെ മണിപ്രവാള കാവ്യം. ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തെപ്പറ്റി നമുക്ക് പ്രാചീനമായിട്ടുള്ള അറിവ് നൽകുന്നത്. കൂടാതെ കുലശേഖര രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ AD 8-ാം നൂറ്റാണ്ടിൽ തന്നെ ക്ഷേത്രം വളരെ പ്രസിദ്ധമായിരുന്നുവെന്ന് തിരുവായ്മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർ, ഈ പാർത്ഥസാരഥി കൃഷ്ണ ക്ഷേത്രം ആറന്മുളയിലുള്ളത്, അതിൻ്റെ ആ ഡയറ്റിയുടെ ഇമ്പോർട്ടൻസ്, അത് ഈ പാർത്ഥസാരഥി എന്ന് പറഞ്ഞ പ്രതിഷ്ഠ അതങ്ങനെ ഉണ്ടായതാണോ അതോ അതിൻ്റെ പുറകിലൊരു കഥയുണ്ടോ, അങ്ങനെ ഒരു പ്രതിഷ്ഠ വരാൻ കാരണം? പഞ്ചപാണ്ഡവന്മാർ ഈ അവരുടെ വനവാസ കാലഘട്ടത്തിൽ ഈ ചെങ്ങന്നൂരും പരിസര പ്രദേശങ്ങളിലും താമസിച്ചിരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം പറയുന്നത്. അങ്ങനെ അവരുടെ തേവാരമൂർത്തി ആയിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെ, വിഷ്ണുവിനെ 5 രൂപത്തിൽ ചെങ്ങന്നൂരിലും സമീപ പ്രദേശങ്ങളിലും, അതിലൊന്നേ ഉള്ളൂ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി, അതായത് തിരുവാറന്മുളയിൽ അർജുനൻ പ്രതിഷ്ഠിക്കപ്പെട്ട പാർത്ഥസാരഥിയാണ്. വിഗ്രഹം ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റേതാണ്. എങ്കിലും അവിടെ പാർത്ഥസാരഥിയായി നിലകൊള്ളുന്നത് മഹാഭാരത യുദ്ധത്തിൽ പാർത്ഥന് സാരഥിയായിട്ട് ഗീതോപദേശം നൽകിയ അതിൻ്റെ വിശ്വരൂപം ദർശനം നടത്തിയ ഒരു ഐതിഹ്യമാണതിനുള്ളത്. അതൊരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആണ്. മഹാവിഷ്ണു എങ്ങനെ പാർത്ഥസാരഥിയായിട്ട് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ളതിൽ. പക്ഷെ നമുക്ക് പറയാൻ കഴിയുന്നത് ഗീതോപദേശം അർജുനന് കൊടുത്ത ശേഷം
വിശ്വരൂപം കാട്ടി അർജുനനും ഈ ശ്രീകൃഷ്ണനും കാട്ടിക്കൊടുത്തു. അർജുനൻ പരാജയപ്പെട്ടു പോകുമോ അതെ എന്നുള്ള ഭീതിയിൽ തൻ്റെ ഉപദേശങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം വിശ്വരൂപം കാട്ടി. ആ രൂപമാണ് അവിടെ ദർശിക്കാൻ കഴിയുന്ന അങ്ങനെ ഒരു ഭാവം അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് പാർത്ഥസാരഥി ക്ഷേത്രം ആയത്. തൃച്ചറ്റാറ്റ്, ചെങ്ങന്നൂരിന് ടൗണിനടുത്ത് തന്നെ തൃച്ചറ്റാറ്റിൽ ധർമ്മപുത്രരാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതും മഹാവിഷ്ണുവാണ്. അതുപോലെ തന്നെ പുലിയൂരിൽ ഭീമനാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, ദേവാരമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണുവിനെ. അതുപോലെ തിരുവൻപണ്ടൂരിൽ നകുലനാണ് വിഷ്ണു പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അതുപോലെ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്ത് തൃക്കുടിത്താനത്ത് സഹദേവനാണ് മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ പാണ്ഡവ ക്ഷേത്രങ്ങൾ 5 എണ്ണം. അതിൽ 4 എണ്ണം ഇൻ ആൻഡ് അറൗണ്ട് ആറന്മുള ആൻഡ് ചെങ്ങന്നൂർ നാളെ നമുക്ക് കാണാൻ കഴിയുന്നത്. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ വിശ്വരൂപത്തിന്റെ കോൺസെപ്റ്റിലുള്ള അതെ ദർശിക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, അത് മാത്രമേ ഉള്ളൂ അല്ലേ?